കിർച്ചോഫ്സ് ലോസിലെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്കുള്ളത്. ഇ എഫ് ജി എച്ച് ആർ സെൽസ് 2 വോൾട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇ എന്നുള്ളത്. 1 വോൾട്ട്, ജി 3 വോൾട്ട്, എച്ച് 1 വോൾട്ട്. Calculate the potential difference between B and D. The potential difference between B and D, and also potential difference across the terminal G and H. The potential difference between these two. ഇതാണ് രണ്ട് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിനായിട്ട് നമ്മൾ കിർച്ചോഫ്സ് റൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ക്ലോസ് ലൂപ്പ് എടുക്കാം. ലെറ്റ് ഇറ്റ് ബി എ ബി ഡി എ. എന്ന് ബിയിലേക്ക്, ബിന്ന് ഡിയിലേക്ക്, ഡിന്ന് എയിലേക്ക്. ഓക്കെ, എന്ന് ബിയിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കാം, സെല്ലിൻ്റെ പോസിറ്റീവ് ആണ് ആദ്യം കാണുന്നത്. സെല്ലിൻ്റെ പോസിറ്റീവ് കാണുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് എടുക്കണം. സോ -2 പ്ലസ് ഇവിടെ 2 ഓം റെസിസ്റ്റൻസ് കാണുന്നുണ്ട് അല്ലേ, 2 ഓം റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. നമുക്കിതിലൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇത് 2 വോൾട്ട് ആണ്, ഇവിടെ 1 വോൾട്ട് ആണ്. സോ ഈ ഒരു ഡയറക്ഷനിൽ I1 എന്നുള്ളൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഇവിടെ ഒരു 2 ഓം, ഈ സംഭവം എന്താണ്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാണിക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഒരു റെസിസ്റ്ററും കൂടെ, ഇതാണ് 2 ഓം, ഇവിടെയുള്ള ഈ 2 ഓം ആണ്, അത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി. സോ സ്റ്റിൽ ദർ ഇസ് എ കറണ്ട്, നമുക്ക് കറണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിങ്ങനെ കാണിച്ചേ പറ്റൂ. നമ്മൾ മൂവ് ചെയ്യുന്നത് എന്ന് ബിയിലേക്കാണ്, പക്ഷേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കറണ്ടിൻ്റെ ഫ്ലോ ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത്, ദാറ്റ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തെടുക്കാം, പോസിറ്റീവ് എടുക്കാം. സോ +2I1 ദാറ്റ് ഈസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തത്. ഇനി I1 എന്നുള്ള കറണ്ട് ഇവിടേക്ക് വരുന്നു. അതേപോലെ ഇവിടെ നോക്കുക, എത്ര കറണ്ടാണ് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങനെയാണ് I1 ഇങ്ങനെയാണ് വരിക. ഇതിലൂടെ I1 പോയി ഇങ്ങനെ ഈ ജംഗ്ഷനിലേക്ക് വന്നു. ഈ ജംഗ്ഷനിലൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് I2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടേക്ക് ഇതിലൂടെ ഈ ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് ഇത് I2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്ത് വരും, I1 - I2. നമ്മുടെ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ പ്രകാരം I1 is the total current entering and I2 and I1 - I2 is the total current leaving ആണ്. സോ എനിവേ ആ ഒരു ഫോമിൽ നമുക്ക് എടുക്കാം. സോ നമ്മളിപ്പോൾ എന്ന് ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജിൻ്റെ അക്രോസ് -2 വോൾട്ട്, റെസിസ്റ്ററിൻ്റെ അക്രോസും +2I1 വോൾട്ടേജ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. സോ നൗ വി ആർ അറ്റ് ബി. ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നു. ഡിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ ബിയിൽ നിന്ന് ഡിയിലേക്കാണ് പോകുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡിയിൽ നിന്ന് ബിയിലേക്കാണ്. സോ റെസിസ്റ്റൻസ് 2, കറണ്ട് I1 - I2. ദെൻ ഡി എയിലേക്ക് മൂവ് ചെയ്യാം. ഡി എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 1 ഓം റെസിസ്റ്റർ കാണാം. നമ്മൾ മൂവ് ചെയ്യുന്നത് ഡി എയിലേക്ക്, കറണ്ട് താഴത്തേക്കാണ് വരുന്നത്, അപ്പോൾ പ്ലസ് എടുക്കാം. സോ I1 × 1, പിന്നെ സെല്ലിൻ്റെ നെഗറ്റീവ് ആണ് ആദ്യം കാണുന്നത്. സോ യു ക്യാൻ പുട്ട് പോസിറ്റീവ്, ദിസ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അല്ലേ, ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കണം. സോ ആകെ നമുക്ക് നോക്കാം, I1 എന്ന് പറയുന്നത് 2I1 ഉണ്ട്. 2 × I1 വീണ്ടും ഒരു 2I1 വരുന്നുണ്ട്, ഒരു I1 വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2I1 + 2I1 + I1 ദാറ്റ് ഈസ് 5I1. 5I1 ആണ്, I ക്യാപ്പ് അല്ല. 5I1 കറണ്ട് ഒരു ടേമിൽ വരുന്നുണ്ട്. പിന്നെ I2ൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ can see 2I2 ഹിയർ അല്ലേ, ഇവിടെ 2 ഉണ്ട്, ഒരു -I2 ഉണ്ട്, -2I2 ഉണ്ട്, വേറെ ആരും നമുക്കവിടെ ഇല്ല, I2ൻ്റെ ടേംസ് ഒന്നുമില്ല. സോ -2I2. ഇനി നമ്മുടെ I1ൻ്റെ ടേമായി, ഇവിടെ ഇതായി. ഇനി നമുക്കുള്ളത് ബാക്കി കോൺസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു -2 ഉണ്ട്, ഇവിടെ ഒരു +1 ഉണ്ട്. സോ ദ റിമൈനിങ് ടേം ഈസ് -1 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ വരുന്നത്. ഇത് നമ്മൾ ലൂപ്പ് എടുത്തത് ABDA എന്ന് പറയുന്ന ക്ലോസ് ലൂപ്പാണ്. ഇനി അതേപോലെ നമുക്ക് വേറൊരു ക്ലോസ് ലൂപ്പും കൂടെ കൺസിഡർ ചെയ്യണം. ഞാൻ എടുക്കുന്നത് BCDB. ബിന്ന് സിയിലേക്ക് പോകുമ്പോൾ നമുക്ക് 1 വോൾട്ട് സെല്ലാണ് ആദ്യം കാണുന്നത്. സോ നമ്മൾ മൂവ് ചെയ്യുന്നത് ബിന്ന് സിയിലേക്ക്, സെല്ലിൻ്റെ നെഗറ്റീവ് ആണ് ആദ്യം കാണുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് പുട്ട് +1 വോൾട്ട്. ഒരു 1 ഓം റെസിസ്റ്റർ ഉണ്ട്, can see this 1 ഓം റെസിസ്റ്റർ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 1 ഓം റെസിസ്റ്റർ പുറത്തേക്ക് എടുത്ത് കാണിക്കാം വേണമെങ്കിൽ, അത് ഉള്ളിലാണ്, നോ പ്രോബ്ലം. ഇതിൻ്റെ ക്രോസ് പോകുന്ന കറണ്ട് I2 ആണ്. നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്. സോ I2 × 1 എടുക്കാം.
അത് കഴിഞ്ഞാൽ സെല്ലിൻ്റെ പോസിറ്റീവ് ആണ് കാണുന്നത്, സോ യു ക്യാൻ പുട്ട് -3. ദെൻ റെസിസ്റ്റർ 3 ഓം ഉണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്, സോ 3i2. സോ വി ഹാവ് റീച്ച് ഫ്രം, ഇപ്പോൾ നമ്മളിവിടുന്ന് ഡിന്ന് എഫിൽ സിയിലേക്ക് പോകുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, സിന്ന് ഡിയിലേക്ക് പോകുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഈ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അത്രയാണ് കഴിഞ്ഞത്. ഇനി ഡിന്ന് ബിയിലേക്ക് പോകണം, എന്നാലേ പാത്ത് ക്ലോസ്ഡ് ആവുള്ളൂ. ഡിന്ന് ബിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മൂവ് ചെയ്യുന്നതും കറണ്ട് ഫ്ലോ നടക്കുന്ന ഒരേ ഡയറക്ഷനാണ്, സോ യു ഹാവ് ടു പുട്ട് നെഗറ്റീവ്. റെസിസ്റ്റൻസ് I2 ആണ്, I1 - I2 ആണ് കറണ്ട് വരുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നേരത്തെ പോലെ തന്നെ I1ൻ്റെ ടേംസ് നോക്കുക, ഇവിടെ ഒരു -2i1 മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താണ് ഇപ്പോൾ I2ൻ്റെ ഒക്കെ ടേംസ് ആണ്, സോ ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ആസ് -2i1. പിന്നെ I2ൻ്റെ ടേംസ് നോക്കുക, I2ൻ്റെ ടേംസ് നോക്കുന്ന സമയത്ത് ഒരു +I2 ഉണ്ട്, ഒരു +3i2 ഉണ്ട്, ഒരു +2i2 കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ I2 + 3i2 4i2, 4i2 + 2i2 6i2 എന്ന് വരും. ഓക്കെ, അപ്പോൾ +6i2. ഇനി കോൺസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ ആകെ നമുക്കുള്ളത് ഒരു 1 ഉണ്ട്, ഒരു -3 ഉണ്ട്. ഓക്കെ, 1 - 3 -2 എന്ന് വരും, ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അൺനോൺ ഇതിൽ ഏതെങ്കിലും ഒരു അൺനോൺ നമുക്ക് എമിറ്റ് ചെയ്യാം. സോ 5i1 - 2i2 = 1 എന്നുള്ളതും, അതേപോലെ 2i1 മൊത്തം ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ, 2i1 - 6i2 = -2 എന്നുള്ളതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഈ ഇക്വേഷനും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്ലൈ വിത്ത് 3 ദെൻ ആഡ് ദിസ്. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, നമ്മുടെ I1 × 5i1 × 3 15i1 ആയിട്ട് മാറും, 2i2 × 3 6i2 ആയിട്ട് മാറും, 3. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ മാറ്റങ്ങളൊന്നുമില്ല, 2i1 - 6i2 = -2. ഫസ്റ്റ് ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. സോ 13i1, അല്ലേ, 15i1 എന്ന് 2i1 പോയാൽ 13i1, -6i2 -6i2 + 6i2 ക്യാൻസൽ ചെയ്ത് പോകും, 3 - -2 5 എന്ന് വരും. സോ I1 = 5/13 ആംപിയർ. ഇതാണ് I1ൻ്റെ വാല്യൂ വരുന്നത്. പിന്നെ I2 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ I1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഈ ഒരു ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ. സോ 2 × 5/13 -6i2 = -2 എന്നായിട്ട് മാറും. 2 × 5/13 10/13 -6i2 = -2. 10/13 + 2 = 6i2 എന്നായിട്ട് മാറും. Again LCM 10 + 26/13 = 6i2. I2 = 36/13 × 6, so 6/13 ആംപിയർ എന്നുള്ളതാണ് I2 കിട്ടുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട്, ഇപ്പോൾ I1 കിട്ടി, I2 കിട്ടി, ഇനി അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി, I1 എന്നുള്ള ഈ ഒരു കറണ്ട്, ഈ ഒരു സെക്ഷനിലൂടെ പോകുന്ന കറണ്ട് കിട്ടി, I2 എന്ന് പറയുന്ന ഈ സെക്ഷനിലൂടെ പോകുന്ന കറണ്ട് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്, I1 - I2 ആണ്. സോ I1 - I2 = 5/13 - 6/13 എന്ന് വരും. സോ ഡിനോമിനേറ്റർ സെയിം ആണ്, സോ ന്യൂമറേറ്റർ സാധാരണ പോലെ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ. സോ യു ഹാവ് ദീസ് വാല്യൂസ്. ഇനി നമുക്ക് വേണ്ടത്, നമ്മളോട് ചോദിച്ചിട്ടുള്ള I1, I2, I3 ഒന്നുമല്ല, നമുക്ക് വേണ്ടത് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് D ആണ്. അപ്പോൾ ഇതിൻ്റെ ക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. സോ ഇവിടെ നമുക്കുള്ള കറണ്ട് ബിന്ന് ഡിയിലേക്ക് പോകുന്ന ഈ ബ്രാഞ്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ബിന്ന് ഡിയിലേക്ക് പോകുന്ന ഈ ഒരു ബ്രാഞ്ചിലാണ് നോക്കുന്നത്. ഇവിടെ പോകുന്ന കറണ്ട് I1 - I2 ആണ്. ആ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് × 2 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, വോൾട്ടേജ് ഡിഫറൻസ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് D ആയി. ഓക്കെ, സോ VB - VD =
I1 minus I2 into ഇവിടെയുള്ള റെസിസ്റ്റൻസ് I1 minus I2 1/13 മാഗ്നിറ്റ്യൂഡ് മതി നമുക്ക്, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വലുതിൽ നിന്ന് ചെറുത് എന്നുള്ള കോൺസെപ്റ്റ് എടുത്താൽ മതി. 1/13 ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കുള്ളത് 2 ohm ആണ്. സോ 2/13 വോൾട്ട് ആണ് അവരുടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് G ആൻഡ് H. G ഇതാണ് ജിയുടെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ ലെൻസസ് മീൻസ് സെല്ലിലൊക്കെ നമ്മൾ പറയുന്നത് V is equal to എപ്സിലോൺ മൈനസ് IR ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ട് ആണ്, ദാറ്റ് ഇസ് 3 വോൾട്ട്, മൈനസ് അതിലൂടെ പോകുന്ന കറണ്ട് ഏതാ, നമ്മുടെ 3 വോൾട്ടിലൂടെ പോകുന്ന കറണ്ട് എത്രയാ I2 ആണ്. സോ I2ൻ്റെ വാല്യൂ നമുക്കറിയാം, I2ൻ്റെ വാല്യൂ എത്രയാണ് 6/13 ആണ്. സോ 6/13 ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് 3 ohm ആണ്. 6/13 ഇൻറ്റു 3. സോ 3 മൈനസ് 18/13. 13 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 39 ആണ്. LCM എടുക്കാം കേട്ടോ. 39 മൈനസ് 18/13 ദാറ്റ് ഈസ് 21/13 വോൾട്ട്. ഇതാണ് V across G, വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് G. അതേപോലെ V across H നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. V across H കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഇതേ പ്രൊസീജിയർ തന്നെ, വോൾട്ടേജ് ഈക്വൽ ടു EMF മൈനസ് IR. ഓക്കെ, ഇവിടെ EMF മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, എച്ചിലുള്ളത് 1 വോൾട്ട് ആണ്, മൈനസ് അതിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, റെസിസ്റ്റൻസ് 1 ohm ആണ്. സോ മൈനസ് I1ൻ്റെ വാല്യൂ നമുക്ക് എത്ര എഴുതിയിട്ടുള്ള I1 എത്രയാണ് 5/13 ആണ്. സോ 5/13 ഇൻറ്റു റെസിസ്റ്റൻസ് 1 ohm ആണ്. സോ ആൻസർ 1 മൈനസ് IR അല്ലേ, I 5/13 അല്ലേ, I1 5/13 ആണ് റെസിസ്റ്റൻസ്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ സെല്ല് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ കറണ്ട് ഇതിലെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് കറണ്ട് വരുന്നത്. നോർമലി കറണ്ട് ഫ്ലോ ഡയറക്ഷൻ ഇവിടുന്ന് പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. പക്ഷേ ഇവിടെ അതിനേക്കാൾ വലിയൊരു വോൾട്ടേജ് സോഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ല് ഇവിടെ ചാർജിങ് മോഡിലാണ്. ചാർജിങ് മോഡിൽ എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇവിടെ എപ്സിലോൺ പ്ലസ് IR ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സെല്ലില് ഡിസ്ചാർജിങ് ആണെങ്കിൽ ഇവിടെ ചാർജിങ് സെക്ഷനിലാണ് സെല്ലുള്ളത്. ഓക്കെ, അപ്പോൾ വരുമ്പോൾ പ്ലസ് ആണ് വരിക. സോ 5/13 ഇൻറ്റു 1 ആണ് എന്ത് വരിക, അക്രോസ് H ഉള്ള വോൾട്ടേജ് വരുന്നത് കേട്ടോ. സോ 5/13 1 പ്ലസ് 5/13 എന്നുള്ള ആൻസർ ആണ് വരിക. അപ്പോൾ എന്ത് വരും 18/1 പ്ലസ് 5/13 ദാറ്റ് ഈസ് ഈക്വൽ ടു 18/13 വോൾട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിലെടുത്തിട്ടുള്ളത് കേട്ടോ. ക്ലിയർ? ഇനി പലപ്പോഴും ഇതേ സംഭവം ക്വസ്റ്റ്യനിൽ ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മളിവിടെ F ഇതും H ഇതുമാണ് എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും. അവിടെ ചിലപ്പോൾ F ഇതും H ഇതുമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ I2R2 എന്നുള്ളതാണ് 1 എപ്സിലോൺ പ്ലസ് I2R2 ആയിരിക്കും എടുക്കേണ്ടി വരിക കേട്ടോ. ആ വ്യത്യാസം കൂടെ ഒന്ന് ശ്രദ്ധിക്കും.